ഹായ്. ഇതേ ഇത് ഫ്രോസൺ ഐറ്റമാണ്. ഇത് ഞാൻ ഒന്ന് വറുത്തെടുക്കാൻ പോവാണ്. എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സാധനം മേടിക്കുന്നത്. എന്നാലും ഞാനിതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. വാ. ഇതിൻ്റെ അകത്ത് 3 ഐറ്റംസ് ഉണ്ട് എന്നാണ് പുറത്തെഴുതിയിരുന്നത്. 3 ഉണ്ട് കേട്ടോ. 3 ഉണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ സ്മൈലിയെ കണക്കിരിക്കുന്ന, അത് കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു. സ്മൈലിയാണോ എന്ന് എനിക്കറിയില്ല, ഞാനൊരു വരട്ടതാ. പിന്നെ ഉണ്ടായിരുന്നത് ഒരു മറ്റേ സ്ക്വയർ പീസിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസില്ലേ, ആ ഷേപ്പായിരുന്നു. ഇത് നമ്മുടെ പൊട്ടാറ്റോ ഫ്രോസൺ ആണ്. അതായത് നമ്മുടെ പൊട്ടാറ്റോ അവർ വേവിച്ചിട്ട് ഇങ്ങനെ ഓരോ ഷേപ്പാക്കി ഇങ്ങനെ ഫ്രോസൺ ആക്കി വെക്കും. അതാണ്. ഞാനിതുവരെ ഇത് വാങ്ങിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നതും ഫ്രൈ ചെയ്യുന്നതും. ഞാൻ കടയിൽ നിന്നൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇത് അപ്പോൾ ഞാൻ ആ സ്മൈലി അത് കൊള്ളാം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല കാണാനും ഭംഗിയുണ്ടായിരുന്നു. കണ്ടത് ആ എണ്ണയിലിടുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എണ്ണ ചൂടാക്കി അതിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം, അത്രേ ഉള്ളൂ, വേറൊന്നും ഇല്ല. ആദ്യം നമ്മൾ സ്മൈലിയാണ് കേട്ടോ വറുത്തെടുത്ത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കണ്ട നല്ല ഭംഗിയുണ്ട്, നല്ല ബ്രൗൺ കളറിൽ നല്ല ഭംഗി. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ മറ്റേ ഇതില്ലേ പൊട്ടാറ്റോ, മറ്റേ ഫ്രഞ്ച് ഫ്രൈസ്, അതെടുത്തിട്ട് ഓരോന്നായിട്ട് അങ്ങനെ വറുത്തെടുക്കാനല്ലേ പറ്റത്തുള്ളൂ. ഞാൻ അതിനെ വറുത്തെടുത്തു. പക്ഷെ അതിൽ ജസ്റ്റ് മുളക്, നമ്മുടെ ക്രഷ് ചെയ്ത മുളകില്ലേ, മുളകിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു എരിവുണ്ടായിരുന്നു, പക്ഷെ കൊള്ളായിരുന്നു. അത് എരിവുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്ക്വയർ പീസില്ലേ, അതിൽ ഉച്ചക്കൂടെ എരിവുണ്ടായിരുന്നു. അതും കൊള്ളായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ പൊട്ടറ്റോ എങ്ങനെ ഫ്രൈ ചെയ്താലും പൊട്ടറ്റോ നല്ല ടേസ്റ്റ് ആണല്ലോ. അത് പിള്ളേർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതല്ലാതെ ഞാൻ കറി വെച്ചാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫ്രൈ ചെയ്ത് ഞാനും കുഞ്ഞിയും കൂടെ ഇരുന്ന് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.